வச்சிக்கவா உன்னை மட்டும் நெஞ்சுக்குள்ள சத்தியமா நெஞ்சுக்குள்ள ஒன்னும் இல்ல வச்சிக்கவா உன்னை மட்டும் நெஞ்சு സാറുകളായിരുന്നെങ്കിൽ അത് അന്ന് അന്ന് വേറെ കിടിലം സംഭവമായിരുന്നു. ഭയങ്കര ഫാൻസ് ഒക്കെ ആയിരുന്നു, ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ട്. അറിയില്ല, ഞാൻ പ്ലസ് അന്ന് സ്കൂളിൽ മറ്റേ ബാൻഡ് റബിൽ റിബൺ ഇല്ല, റിബൺ വെച്ച് ഇങ്ങനെ അടിക്കുക, ആ സാധനമില്ല. അത് സെന്റ് മേരീസ് ഫസ്റ്റ് കൊണ്ട് ഓർമ്മ ഞങ്ങളാ. അന്ന് ഇത് മറ്റേ വലിയ ബേസ് വെളിയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. അന്നൊരു വെളിയിൽ നിന്ന് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. വലിയ ബേസ് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അകത്ത് വെച്ച് പ്രോഗ്രാം നടത്തും. അത് ഗ്രൗണ്ടിന്റെ നടുക്ക് ആ ക്രിക്കറ്റ് കളിക്കാൻ സാധനം വെച്ചിട്ട് അതിൽ കൊണ്ടുവയ്ക്കും ഞങ്ങള്. എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ ബാക്കി എവിടെയെങ്കിലും വെച്ചാൽ ചെറിയിപ്പോ കറക്റ്റ് ആ ബേസ് അവിടെ കൊണ്ടുവച്ച് അവിടെ നിറകൊണ്ടടിക്കും. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് ഒരു ജൂനിയർ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ജൂനിയർ പയ്യന്മാര് എന്നെ ഏക്കെന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഏക്കെന്ന് വിളിച്ചോണ്ട് അത് ഫസ്റ്റ് എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ എല്ലാരും വിളിച്ചു വന്നപ്പം കൊള്ളാം, ആ പേര് കൊള്ളാം എന്നുള്ള ഇതിലായി. പിന്നെ അതിന് ശേഷം അങ്ങോട്ട് വന്നവരെല്ലാവരും, ഞാൻ പറയത്തില്ല എൻ്റെ പേര് അഭിരാം ഏക്കെന്ന് ഞാൻ പറയും, അഭിരാം എന്നേ പറയത്തുള്ളൂ. പക്ഷെ ബാക്കി വെച്ചാൽ ഇപ്പം 8ാം ക്ലാസ്സിൽ കയറിയപ്പം ആ വർഷത്തെ ജൂനിയേഴ്സ് ഞങ്ങളെ ഏക്കെന്നാണ് വിളിച്ചോണ്ടിരുന്നത്. 9ാം ക്ലാസ് ആയപ്പം പുതിയ പിള്ളേര് വരും. പക്ഷെ അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവര് വീണ്ടും ഏക്കെന്നിട്ട് വിളിക്കത്തുള്ളൂ. ഈ വിളിക്കാൻ മറ്റവന്മാര് കേട്ട് അവന്മാര് ഏക്കെന്നെ വിളിക്കത്തുള്ളൂ. ബ്ലസ്സിൻ ചേട്ടാന്ന് എന്നെ വിളിക്കുന്നത്, ബ്ലസ്സിൻ ചേട്ടാന്ന് വിളിക്കും. അങ്ങനെ എന്നെ ഏക്കെന്ന് വിളിക്കത്തുള്ളൂ. എനിക്ക് ഈ ചേട്ടാന്ന് വിളിക്കുന്നത് ഭയങ്കര ഷോക്കാണ്. എന്നുവെച്ചാൽ എല്ലാവരും എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ നമുക്ക് പ്രായമായതല്ലോ തോന്നുന്നു. അതിനെ ഞാൻ പറയാം, എടാ നീ ഒന്നും എന്നെ ചേട്ടാന്ന് അങ്ങനെ വിളിക്കരുത്, നീ വേണമെങ്കിൽ ഏക്കെന്ന് വിളിച്ചോ. എന്ത് സ്കൂളില് ക്ലാസ്സിലിരിക്കും ചിലപ്പോ ലിജോ സാറ് വേറെ പയ്യന്മാരെ വിട്ടിട്ട് എന്നെ വിളിച്ചോണ്ട് വരാൻ പറയും. ഇവന്മാര് ക്ലാസ്സിൽ വന്നിട്ട് ഏകദേശം സാറ് നിൽക്കും, സാറ് ഏക്കേന്ന് പറഞ്ഞു. ഞാൻ പറയും, എടാ എന്റെ പേര് അഭിരാം എന്നാണ്. ഓ സോറി ചേട്ടാ, ആർക്കും വായി വരൂല ആ സമയത്ത് തന്നെ എല്ലാം ഏക്കെന്ന് വിളിച്ചു. ഒരു ദിവസം മനോജ് സാറ് മലയാളം സാറ് എന്നപ്പം ഇതേപോലെ വന്നിട്ട് എന്താ ബാൻഡ്രൂപ്പിന്ന ആരാണോ ഏക്കെ, ഞാൻ ബാക്ക് വെച്ചിട്ട് അരവിന്ദിന്റെ അടുത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഏക്കെന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് വന്ന് സാറ് ചോദിക്കുന്നത് നിന്റെ പേര് ഏക്കെന്നാണ്. അവരുടെ സാർ അത് ഇൻഷ്യലാണ്, അത് ഇവന്മാരെന്താ അങ്ങനെ വിളിക്കണ സാർ, അത് ബഹുമാനം കണ്ട് ബഹുമാനം നിന്റെ അടുത്ത് ബഹുമാനം പോയിട്ട്. പക്ഷെ 8, 9 ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവര് എന്നെ ബാൻഡ് റൂമിലോട്ടൊന്നും പോകാൻ സമ്മതിക്കുന്നത്. പക്ഷെ 10ാം ക്ലാസ്സിൽ സാറ് പറഞ്ഞു, എടാ നീ പോയിട്ട് നിങ്ങളല്ലേ നോക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നു സാറ്. 10ല് നീയൊക്കെ സീനിയർ, സീനിയർ വേറെ ആരും ഇല്ല. അത് വേറൊരു സത്യം 10ആയപ്പോഴാണ് കുറച്ച് സമാധാനമായത്, കുറച്ച് റിലാക്സ് ആയി. പിള്ളേരൊക്കെ ഒന്ന് ഓട്ടോഗ്രാഫ് ഒക്കെ കയറുന്നത് എന്തിനാച്ചിട്ടാ എനിക്കത് ഏത് സ്വത്തമല്ല എഴുതിയെടുക്കും. ഹർദിക് പാണ്ഡ്യയില്ലേ നീ? സ്വന്തം പേരിൽ ഇപ്പൊ ആകെ സ്വന്തം പേരിലുള്ളത് ആ ഫോണും മൈക്കും അത് വെച്ചിരിക്കുന്ന ട്രൈപോഡ്. ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടല്ലേ, അത് കിടപ്പുണ്ട്. അത് ചെയ്യാ, നമുക്ക് വേറെ പണിയില്ലല്ലോ. ഞാൻ മിക്കവാറും രാത്രി ചെയ്യും. എനിക്ക് ഇവിടെ തന്നെ എന്ത് പണിയില്ലേ, എന്ത് പണിക്കുണ്ട് പോയിട്ട് വന്നിട്ട് ഉറക്കമില്ല നിനക്ക്. ഞാൻ 2 മണിയാവുക പറഞ്ഞേ, ഞാൻ അതല്ലേ ഇന്നലെ രാത്രി വിളിച്ചത് തന്നെ 11 മണിക്ക്. ഞാൻ അന്നേരം ഞാൻ പാട്ടും കേട്ട് ഷട്ട് ഡൗൺ ആയി വരെയായിരുന്നു. അന്നേരമാണ് നിന്റെ വിളി. ഞാൻ ഒരുത്തരം വിളിച്ചല്ലോ, അത് ചെവിയിൽ ഹെഡ്ഫോണും വെച്ച് ഞാൻ കിടന്ന് കണ്ണടഞ്ഞു വരെ. അന്നേരമാണ് നിന്റെ വിളി. ഞാൻ അപ്പോഴൊക്കെ എനിക്ക് ബോധം വീണത്. ഞാൻ ദിവസന്റെ വീട്ടിലായിരുന്നു സ്ഥിരം. ബാൻഡ്രൂപ്പ് ഉണ്ടായിരുന്നപ്പം ശനി ഞായറും പ്ലസിന്റെ വീട്ടില് വെച്ചാൽ ഒരു പണിയും കാണത്തില്ല, ചുമ്മാ പോവും, അവിടെ കിടക്കും. ഇപ്പൊ പോണത്തെ അവിടെ തന്നെ ചുമ്മാ പോവും, അവിടെ കിടക്കും. അങ്ങനെ 10ാം ക്ലാസ് ചുമ്മാ അവരാവശ്യമില്ല. എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമില്ല എനിക്ക്, എന്തിനാണെന്ന് അറിയില്ല. പണ്ടോട്ട് ഈ വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമില്ല.
എവിടെയെങ്കിലുമൊക്കെ പോകണം, കറങ്ങണം, കുറേ പേരെ പരിചയപ്പെടണം. അങ്ങനെ എനിക്ക് ഈ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വലുതായിട്ട് അങ്ങനെ പോയിട്ടില്ല. കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട്. ഒരു ഐ തിങ്ക് ഒരു 4ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുണ്ട്. 4ാം ക്ലാസ് വരെയൊക്കെ സ്ഥിരം വെക്കേഷൻ ആകുമ്പം തമിഴ്നാട്ടിലും ഒക്കെ തന്നെ. തമിഴ്നാട്, കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊച്ചിലെ പോയി കുറേ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട്. അത് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ഒരു ട്രിപ്പ് പോയിട്ടില്ല. ഞാൻ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട് കൊച്ചിയിൽ. എന്തിനാണ് എനിക്കിപ്പോൾ പോകണം. എനിക്കിപ്പോഴും ഓർമ്മ എനിക്കില്ല. കുറെ ഫോട്ടോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വേറെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട് കുറേ. ഇല്ലെങ്കിൽ എന്നുള്ളത് ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. സഹാറ മരുഭൂമി പോകണമെന്നുണ്ട്. എന്തിനും മണല് വരും. നീ കണ്ടിട്ടുണ്ടോ മരുഭൂമി? ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഓരോന്ന്. പക്ഷെ മരുഭൂമി ചെന്ന് എവിടെ യാതറ്റത്ത് നിർത്തും. മരുഭൂമി വെച്ചാൽ മരുഭൂമി മാത്രമല്ലല്ലോ, റോഡുണ്ടല്ലോ. അതും ശരിയാണ്. എനിക്ക് ആകെ ഇന്ത്യ, ഗോവ, കാശ്മീർ, കുണു, മണാലി, പിന്നെ എവിടെ? പോണ്ടിച്ചേരി പോണം. പോണ്ടിച്ചേരി പോകണമെന്ന് അധ്യാപകമില്ല. ചുമ്മാ ഇരിക്കില്ലേ, അങ്ങോട്ടൊക്കെ പോവാ. പോണ്ടിച്ചേരി, പിന്നെ മറ്റേ ആ വാലിന്റെ അറ്റത്തോട്ട് എവിടെയെങ്കിലും. വാലിന്റെ അറ്റത്താ? മറ്റേ ആസാം ആ സൈഡ് ഉണ്ടല്ലോ. ഓ, മറ്റേ 7 Sisters. അവിടെ അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലവും കൂടെ ആണെങ്കിൽ. പിന്നെ ഇന്ത്യയിലെ ലക്ഷദ്വീപ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപ് ഇന്ത്യക്ക് പുറത്തല്ലേ? ഇന്ത്യയിലെ സാധനമല്ലേ ലക്ഷദ്വീപ്? അല്ലാതെ പുറത്തല്ലേ? പുറത്താണ്. ഇന്ത്യ മാപ്പിൽ വരേണ്ട സാധനമാണത്. അതൊരു ദ്വീപായിട്ട് അമ്പൂരി ഇരിപ്പുണ്ട്. ലക്ഷദ്വീപ് എൻട്രി ഉണ്ടെങ്കിൽ എൻട്രി. പിന്നെ എവിടെ പോകണം? പിന്നെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമുക്ക് ഡൽഹി പോകണം. എന്തിന്? ചുമ്മാ താജ്മഹൽ ഇരിക്കില്ലേ, കാണല്ലേ? എനിക്കിഷ്ടമല്ല താജ്മഹലല്ല, ഡൽഹി ഇഷ്ടമല്ല. ഈ ചാർമിനാർ എവിടെയാണ്? ആക്ച്വലി ഈ മറ്റേ സാധനം ആഗ്രയിലല്ലേ? ആഗ്ര ഡൽഹിയിലല്ലേ? ഡൽഹിയിലാണോ? ആണെങ്കിൽ ഓക്കെ. ഈ കുത്തബ് മിനാറും ചാർമിനാറും രണ്ടും ഒന്നല്ലേ? എനിക്കറിഞ്ഞൂടാ. അല്ല കുത്തബ് മിനാർ ചാർമിനാർ ഒന്നല്ല. അല്ല, കുത്തബ് മിനാർ മറ്റേ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സാധനവും, ചാർമിനാർ ഇങ്ങനെ ഒരു മുസ്ലിം പള്ളി വരെ തന്നെ 4 തൂണ്, അതിന്റെ നടുക്കൊരു സാധനം. ഇന്ത്യക്ക് പുറത്തോട്ടാണെങ്കിൽ ദുബായ് പോകണമെന്നുണ്ട്. ദുബായ്, അബുദാബി, പിന്നെ ദുബായ്, അബുദാബി ഒന്നല്ലേ അടുത്തടുത്ത് കുറച്ച് ദൂരം. രണ്ടൊക്കെ ഒരു പോലെ. അതേപോലെയൊക്കെ തന്നെ. പിന്നെ അവിടെ സൗത്ത് കൊറിയ, പിന്നെ എവിടെ? യൂറോപ്പിലെല്ലാം പോണം. കാനഡ. കാനഡ യൂറോപ്പിലാണ്. കാനഡ യൂറോപ്പിലാണ് അല്ലേ? അല്ലേ? കാനഡ ശരിയല്ലേ? എനിക്ക് എന്താ എനിക്കറിയാം. ഇനി അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ പോകണമെന്നുണ്ട്. അല്ലാതെ എനിക്ക് വേറെ എനിക്കിങ്ങനെ പുറത്തുപോയി സെറ്റിലാവണമെന്നില്ല. അത് വേറെ കാര്യം. സെറ്റിലാണെങ്കിൽ കേരളത്തിൽ തന്നെ സെറ്റിലാവണം. കേരളത്തിൽ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളുള്ളടുത്ത്, കുറച്ച് പച്ചപ്പും പ്രകൃതി രമണീയം. അത് തന്നെ. ഈ രമണീയൊക്കെ അല്ലേ? അങ്ങനെ കുറച്ച് അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ചുമ്മാ ഒരിക്കലും വീട്ടിൽ ഇരിക്കല്ലേ എന്നാണ് എൻ്റെ. കാരണം വീട്ടിൽ ഇരുന്നാൽ നമ്മൾ ഇരുന്ന് പോകും. പണ്ട് എൻ്റെ ചെറുണ്ട്, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തൊരായാലും ലോകം മുഴുവൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? അങ്ങനെ ഏതൊരുത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ. ഇതും വെച്ചത് കുറെ എണ്ണം വീട്ടിൽ കയറി അടയിരുന്നിട്ടുണ്ട്. ഇപ്പോഴും പറയാണ്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, വീട്ടിൽ കയറി അടയിരുന്നെന്നും പറഞ്ഞു ഒന്നും പോണില്ല. അത് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. തിരിച്ചറിയത് കണക്കേറ്റരുത് പറയുമ്പോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്തോണം. കാരണം എല്ലാം നടന്നിട്ട് സെറ്റിലായതിനു ശേഷം ചെയ്യാന്ന് വിചാരിച്ചാൽ വയസ്സായി വടിയും കുത്തി നടക്കേണ്ടി വരും. സത്യം. പക്ഷെ ചിലർ പറയും ഇപ്പൊ യൂട്യൂബ് ചാനലിന്റെ കാര്യം തന്നെ, ഇത് കുറച്ച് പൈസ ഉണ്ടെങ്കിലൊക്കെ നടക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒന്നുമില്ല.
എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു 3000 രൂപ അടുപ്പിച്ചുണ്ടായിരുന്നു. ആ 3000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് മൈക്ക് വാങ്ങിച്ച് 300 രൂപയ്ക്ക് ട്രൈപോഡ് വാങ്ങിച്ച് ചാൻഡേൽ ഒരു വലിയ ട്രൈപോഡ് ഉണ്ട്, അതും കടമെടുത്താണ് ഞാൻ. ഇല്ല, ഇത് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, ഒരു ബോൾട്ട് ഓഡിയോ ഒരു ഹെഡ്സെറ്റ്, അതുകൊണ്ട് ചാൻഡേൽ ഒരു ട്രൈപോഡ് ഉണ്ട്, അതും കടമെടുത്താണ് ഞാൻ ഇത് തുടങ്ങിയത്. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഈ ഓഡിയോയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ മൈക്ക് വാങ്ങിച്ചത്. മൈക്ക് ഒരു 2000 രൂപയ്ക്കകത്തുണ്ടോ, അതായത് EMI ഇട്ടാണ് എടുത്തത്. കുറച്ച് 2000 രൂപ 2 മാസം കൊണ്ട് അടച്ചു വെക്കും. പിന്നെ ഒരു ചെറിയൊരു ട്രൈപോഡ് പ്ലസ് സെൽഫി സ്റ്റിക്ക് പോലത്തെ സാധനം. കാരണം അത് വ്ളോഗ് ചെയ്യണ സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കണം, ഈ ഒരു പൊസിഷനിൽ പിടിക്കണം, അത് നല്ല വേദനയാണ് കൈ. ഇങ്ങനെ പിടിക്കുമ്പോൾ വീണ്ടും ചെയ്യണ്ട. അപ്പം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രൈപോഡ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും ഒരു 300 രൂപയ്ക്കകത്ത് മതി അതിൻ്റെ അകത്ത്. അല്ലാതെ ആ കാര്യമൊന്നും ചെയ്ത് വയ്ക്കൊന്നും വേണ്ട. നമ്മൾ ചെറുതായിട്ട് എനിക്ക് കയറുന്നില്ല, ഒരു 10 പേരെ അറിയണം. വെളിയിലോട്ട് പോയാൽ ഇങ്ങനെ അഭിയല്ലേ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കൊള്ളാം. അല്ലെങ്കിൽ ഇതിലൂടെ മാത്രമല്ല, എങ്ങനെയായാലും എന്നെ ഒരു 10 പേര് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വീഡിയോ കാണാൻ ആ ചേട്ടാ സുഖം തന്നെ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു 10 പേര് അറിഞ്ഞിരിക്കണം. അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ, അത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു വീട് വെച്ചാൽ കൊള്ളുന്നുണ്ട്. നല്ല കുറച്ച് എന്തോ അതെനിക്ക് പണ്ടോട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. ചെറിയൊരു വീടാണെങ്കിലും എനിക്ക് എൻ്റെ വീട് ഇച്ചിരി ഡെവലപ്പ് ചെയ്ത് എനിക്ക് കുറച്ച് പ്രൈവറ്റ് സ്പേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. പക്ഷെ അവിടെ നിന്റെ വീടിൻ്റെ പ്രശ്നം കാറും ഇല്ല, ആ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ചെയ്യണ വിളയും ആ വീട് വാങ്ങണം, അങ്ങനെ കാറൊക്കെ അങ്ങ് കൊത്തിക്കറ്റ ഓട്ടോക്കാരുടെ മാറ്റി. അല്ലെങ്കിൽ ആ വീടിന് വളം വാങ്ങിച്ചാൽ മതി, ഞാൻ അവിടെ ഗ്യാരേജ് സെറ്റ് ചെയ്ത് കണ്ട് കെറ്റിക്കളാം. ഡീമോട്ടിവേറ്റ് ചെയ്യണ ഒരു കാരണം വെച്ചാലും മൈൻഡ് ചെയ്യില്ലേ. അവന്മാരത് പറഞ്ഞും അവന്മാരെ പണിയും ചെയ്ത് നിൽക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. കാരണം അത് ലൈഫ് എപ്പോഴും മുന്നോട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ നമ്മള് ഈ ലോകം മൊത്തം നിന്നെ കണ്ട് പറ്റൂലെന്ന് പറഞ്ഞാൽ അത് പറ്റൂലെന്ന് തന്നെയാണ്. അങ്ങനെയല്ലേ ഡയലോഗ്? വേറെ എന്തല്ലേ ഡയലോഗ്? വണ്ടി കേറിട്ട് കിടച്ചടത്ത് പോയില്ലെങ്കിൽ അത് തീർന്നില്ലേ? അത് ഇടയ്ക്ക് എന്തോ ഞാൻ ഇവരുടെ ബൈക്കിൽ പോകായിരുന്നു, ഞാൻ എൻ്റെ കൂടെ ബൈക്കിൽ പോകായിരുന്നു. അപ്പൊ ഇവരെന്തോ ഇങ്ങനെ പറയാനുണ്ടപ്പോ ഞാൻ കേട്ടില്ല. അപ്പൊ വീണ്ടും അത് പറഞ്ഞപ്പോ ഞാൻ കേട്ട്, ഞാൻ ഇപ്പൊ ഫസ്റ്റ് പറയാമെന്ന് ഞാൻ വിചാരിച്ചു ഈ നനച്ച വണ്ടിയാണ് പറയാൻ. ആക്ച്വലി ഞാൻ അനിയനോട് ബൈക്കിൽ പോകുമ്പോഴാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഒക്കെ തോന്നുന്നത്. പക്ഷെ ഞാൻ മറന്നു പോകും, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ മറന്നു എന്തിനാണ് ആലോചിച്ചെന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ട് ആയി പോകും. അങ്ങനെ ഒരു കാര്യമാണ്. എപ്പോഴല്ല, ചില സമയത്ത് പെട്ടെന്ന് ഞാൻ കുളിക്കുമ്പോ ഇങ്ങനെ ഇടയ്ക്ക് നിന്നു എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കും. ഞാൻ തന്നെ പറഞ്ഞു ഞാൻ എന്തിനാണ് ആലോചിച്ചതെന്ന്. ഒരു ദിവസം എവിടെ പോയി കണ്ടുവന്നത്, പാളയത്ത് പോയപ്പോ വേണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. അന്ന് ബൈക്കില്ലായിരുന്നു, ബസ്സിലാണ് പോയത്. പാളയത്ത് പോകണം. ഞാനാണെങ്കിൽ ബസ് കയറി പാളയം എത്താറായി. മ്യൂസിയം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തോ കാര്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എന്നെ ഇരുന്നുപോയി. ഫോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫോൺ ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു, കണ്ണ് മാത്രം ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പാളയം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞ് മറ്റേ അതിന്റെ ആയുർവേദത്തില്ല, മറ്റേ അതിന്റെ സിഗ്നലിൽ നിൽക്കുകയായിരുന്നു. സ്റ്റാച്യു മറ്റേ കോസ്മോസിന്റെ ബേസിക്സിന്റെ അവിടെ സിഗ്നൽ നിന്നപ്പോ ഞാൻ ആരോ വന്ന് എന്നെ തട്ടി. മുന്നേ പാളയത്തിറങ്ങി ഇത് തിരക്കായപ്പോ കയറി തട്ടിയത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വളർന്നത്. ഞാൻ എവിടെ എന്നിട്ട് അതല്ല, ഞാൻ ഈ പാളയത്ത് വന്ന കാര്യം ഞാൻ മറന്നത്. ഞാൻ എന്തിനാണ് പാളയത്ത് പിന്നെ കുറച്ചിലാട്ടെ കറങ്ങിയപ്പോ ഓർമ്മ വന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ കേട്ടിട്ട് പിന്നെ കുറച്ചൊന്നും മറന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് എവിടെ പോയപ്പം കല്യാണത്തിനോ ആരോ ബർത്ത്ഡേ പാർട്ടിക്ക് എന്തോ പോയപ്പോഴാണെന്ന് തോന്നുന്നു ഒരുത്തനെ പരിചയപ്പെട്ട്.
പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിറങ്ങിയത് ഞാൻ ഇവനങ്ങ് മറന്നു. ഞാൻ പെട്ടെന്ന് മൊത്തത്തിൽ പറഞ്ഞല്ല, പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് പെട്ടെന്ന് ഞാൻ അവനങ്ങ് വിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ എന്തോ പെട്ടെന്ന് കൈ കാണിച്ച് ഞാൻ ഓർത്തില്ല ഇവനെ. ഞാൻ കൈ കാണിച്ചില്ല. ഞാൻ വിചാരിച്ചു വേറെ കൈ കാണിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ട് കാണാത്ത പോലെ തിരിഞ്ഞു നിന്ന്. എന്റെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഇവനല്ലേ ഞാൻ ആദ്യം പോയി പരിചയപ്പെട്ടത്, പിന്നെ പോയി രണ്ടാമത് പോയി സംസാരിച്ചു. ചില സമയത്ത് അങ്ങനെ കേറില്ല. വേറൊരു സാധനം ഉണ്ട്, അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിന്റെ പറയാറുള്ളത്. എന്ത്? ബന്ധുക്കള്. കല്യാണത്തിന് പോകുമ്പോഴുള്ള ബന്ധുക്കള്. ഇപ്പോഴും കുറെ അമ്മമാരുണ്ട് എന്നെ കാണുമ്പോ കൊച്ചിലെടുത്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. അത് ഈ അമ്മമാര് ഞാനും പോകുമ്പോ ഉള്ളയാള് എന്തൊരു നിന്റെ അമ്മ എന്റെ ഈ കൈകളിലോട്ടാണ് പെറ്റിട്ട് എന്നെ ഓർമ്മയുണ്ടാ മക്കളെ. ഈ പെറ്റുന്ന സമയത്തുള്ള നമ്മളെങ്ങനെ ഓർത്തിരിക്കും. സത്യം കൊച്ചന്നേരം കണ്ണൂര് തുറന്നാണൂല. മറ്റേ തീയാണ്ടില്ല ടെവിനെ പറയണല്ലേ ചേച്ചി ആ ചുമത ആരെങ്കിലും ജനിച്ച ദിവസം മറക്കൂ? ഞാൻ ജനിച്ച സന്തോഷത്തില് ചേച്ചി അന്ന് ആ പൂക്കളുള്ള ഷിഫോൺ സാരി എടുത്തോണ്ട് ഓടിപ്പോയി കിണ്ണത്തപ്പം വാങ്ങിക്കൊണ്ട് വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടിയത് ദാ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ കിണ്ണത്തപ്പെട്ട് പാടിയതല്ലേ ഞാൻ ഇപ്പോഴും ഓർത്തിരിപ്പെട്ടത്. ഇപ്പൊ ഇടക്ക് പിന്നെ ചിലനെ കണ്ട് 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 എന്തെലൊക്കെ വരണമാണ്. അല്ല കൊച്ചിലെ ചിലവരെ ഓർമ്മയാണ് പേരാണ് കേട്ടാ. ചിലരൊന്നും ഓർമ്മയുണ്ടോ? ഓ പേരെന്ത് അതറിഞ്ഞൂടാ. ഓർമ്മ വരുന്ന പേരൊക്കെ അറിയാലോ. എനിക്കതന്നെ, എനിക്കും ബന്ധുക്കളുടെ രീതിയിൽ വലുതായിട്ട് കുറച്ച് അച്ഛൻ്റെ കുറച്ച് ബന്ധുക്കളൊക്കെ അങ്ങനെ കല്യാണത്തിന് മുമ്പുള്ളവരൊന്നും വലിയ പിടുത്തമില്ല. ഇപ്പൊ കുറച്ച് ഓർമ്മയുണ്ട്. കണ്ട് 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 കുറച്ചിനൊക്കെ അറിയാം. രണ്ടുമൂന്ന് കല്യാണത്തിലൊക്കെ രണ്ടുമൂന്നേരൊക്കെ പരിചയപ്പെട്ട് ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് വരുന്നത് സേവ് ചെയ്ത് വെച്ച് വല്ലപ്പോഴൊക്കെ മെസ്സേജ് ഒക്കെ അയക്കും. അങ്ങനെ കുറെ പേര് ഓർമ്മയുണ്ട്. പക്ഷേ പിള്ളേര് നമ്മളെ പ്രായത്തിലുള്ള 22 30 വയസ്സിനകത്തുള്ളവരെയൊക്കെ അത്യാവശ്യം ഓർമ്മയുണ്ട്. ചിലപ്പോഴൊക്കെ മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെ. ആരെ കല്യാണത്തിനായപ്പം ഏതൊരു കല്യാണത്തിനായപ്പോഴാണ് ഞാൻ ഇവിടെ ഇരിക്കണേ, ഞാൻ ഇങ്ങനെ ഇരിക്കണേ, വെറുതെ ഇരിക്കുക, ഞാൻ ചുമ്മാ ഇരിക്കണേ. പുറത്ത് എൻ്റെ അമ്മയുടെ അമ്മ ഇരിപ്പുണ്ട്. അമ്മയുടെ അമ്മ ഇരുന്നിട്ട് അപ്പൊ അമ്മൂമ്മ എടുത്ത് ആരോ ഒന്ന് സംസാരിച്ചു. വലിയ പ്രായമൊന്നുമില്ല അവർക്ക് വലിയ പ്രായമൊന്നുമില്ല. എൻ്റെ അടുത്ത് സംസാരിച്ചു ചോദിച്ചത് ആരോ എന്താ പറയാ, എൻ്റെ അമ്മ കലയുടെ മോനെന്ന് പറഞ്ഞു. കലയുടെ മോനെന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് മകളെ കല്യാണം ഒന്നും കഴിക്കേണ്ടത് 19 വയസ്സിൽ മക്കളെ കല്യാണം ഞാൻ അവിടെ എനിക്ക് പ്രായമായിട്ടില്ല, എനിക്ക് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. എത്ര വയസ്സായി? 19. ഓ ശരി സോറി. ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുറ്റം പറയും. ചിലവരുണ്ട് ഇപ്പം ഇന്നൊരു കല്യാണം കഴിഞ്ഞു വിചാരിച്ചു, കല്യാണം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞിട്ട് അടുത്തൊരു കല്യാണം അപ്പൊ കാണും. ഇവര് വന്നിട്ട് ഇപ്പം ഇന്ന് കല്യാണം കഴിഞ്ഞവരുടെ അടുത്ത് 3 മാസം കഴിഞ്ഞിട്ട് ചോദിക്കും വിശേഷം ഒന്നും ആയിട്ടില്ലേ. ചൈന പറയണല്ലോ എന്താക്കി ഇവിടെ ചെന്നിട്ട് ഓൺലൈൻ ഓടുന്ന സാധനമല്ലല്ലോ സമയത്തിന്. ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് വിശേഷം. ചിലവര് ഇത് കല്യാണം കഴിഞ്ഞ് വിരുന്നിന് പോകാൻ പറ്റും. വിശേഷം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആകുമ്പോഴാ വിരുന്നിന് പോകണത്. അതൊക്കെ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലര് പറയും കൊച്ചു ജനിച്ചു വീഴുന്നിട്ട് എടുത്തിട്ട് പറയും എന്നിട്ട് കൊച്ചിന് അച്ഛൻ്റെ അതേ നോക്ക്, അമ്മയുടെ അതേ കണ്ണ്. പിള്ളേരെല്ലാരും ജനിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഈ പിള്ളേരെല്ലാരും ജനിക്കുമ്പോ ഒരേപോലെ ഇരിക്കത്തുള്ളൂ. അതിപ്പോ ആൺകൊച്ചായാലും പെൺകൊച്ചായാലും നമ്മള് മുഖം നോക്കുമ്പോഴും ദേഹമൊക്കെ നോക്കുമ്പോഴും അത്യാവശ്യം ഒരേപോലെ ഇരിക്കത്തുള്ളൂ. ഈ അമ്മയുടെ മുഖം അച്ഛന്റെ മുഖം ഒന്നും അതൊക്കെ അത് ഏതാണ്ട് കുറച്ച് വളർന്ന ഒരു 3-4 വയസ്സൊക്കെ ആയാലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പറയുമ്പോ എനിക്ക് 1000 ബേബീസ് ഓർമ്മ. അല്ല കൊച്ചിനായിട്ട് എടുത്തിട്ട്
അവര് എപ്പോഴും വരെയായിരുന്നു? ആ 19 സംതിങ് എന്തോ ആയിരുന്നു. അയ്യോ എപ്പോഴോട്ട്? ഏതാണ്ട് ഒരു 10-20 വർഷത്തോളം എന്തൊരു കൊണ്ടായിരുന്നു. 2005 വരെയോ? ഓ അതിന് കൊച്ചിനെ പറ്റി കൊണ്ടുപോയിട്ട് പറയുമ്പോ കൊച്ചിനച്ഛൻ്റെ അതേ ചായ. നമ്മളെങ്ങനെയല്ലേ കൊണ്ട് മാറ്റി ഞാൻ